ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയാലോ എന്നൊരു ആലോചന. എന്നാൽ പിന്നെ പോവാമെന്ന് പറഞ്ഞ് എല്ലാവരും രാവിലെ നേരത്തൊക്കെ എണീറ്റു. പക്ഷേ ആണുങ്ങൾ വേഗം റെഡിയായി. പക്ഷെ നമുക്കാണല്ലോ കുറച്ച് സമയം വേണ്ടത്. ഞങ്ങളെല്ലാ ലേഡീസും റെഡിയായി വരുമ്പോൾ സമയം 8 മണി 8:30. അവസാനം എന്താ ഓരോരുത്തരായിട്ട് ഇറങ്ങണ രംഗമാണ് കേട്ടത്. ഞാൻ മാത്രം സെറ്റുമുണ്ട്, അമ്മയും ചേച്ചിയും സാരിയായി. ഒരാളുടെ ബ്ലൗസ് ശരിയില്ല, സാരി ശരിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരേത് പിന്നെ സെറ്റുമുണ്ട് എടുക്കാൻ നിന്നില്ല അവർ. അപ്പോൾ ഞാൻ മാത്രം സെറ്റുമുണ്ടാക്കി, അവർ രണ്ടുപേരും സാരി. ഞങ്ങളിതാ ഓരോന്നും പറഞ്ഞ് എങ്ങനെ പോകണം, എവിടെ നിന്ന് പോകണം എന്നൊക്കെയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. 2 വണ്ടിയിലായിട്ടാണ് പോണത്. അവിടെ ചേച്ചിയുടെയും ചേട്ടൻ്റെ വണ്ടിയിലും പിന്നെ ഞങ്ങളുടെ വണ്ടിയിലായിട്ട്. അപ്പോൾ ഏതൊക്കെ വണ്ടിയിൽ ആരൊക്കെ കയറണം എന്നുള്ള തീരുമാനമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ കൂട്ടിയിട്ട് അവരുടെ വണ്ടിയിൽ കയറി. പിന്നെ അച്ഛനും അമ്മയും ഞാനും നീലണ്ണനും കൂടിയിട്ട് നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ അത് അവരെ വണ്ടി ഫ്രണ്ടിലോട്ട് പോയി. ഞങ്ങൾ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പന്തലാണ് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു പോണ വഴിയിലൊരു കട കണ്ട് കയറി. മസാല ദോശ ഉണ്ടാവും, നെയ് റോസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കയറിയതാണ്. അവിടെ കയറിയപ്പോൾ എന്താണ്, വെറും ദോശ മാത്രമേ ഉള്ളൂ. പിന്നെ സാമ്പാർ, ചട്നി അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കിട്ടിയതും കഴിച്ച് പോവാന്ന് പറഞ്ഞ് ഭക്ഷണം ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുപ്പിയുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇറങ്ങുമ്പോഴാണ് പാലക്കാട് മസാല സോഡ കണ്ടത്, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഞങ്ങൾ തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചുറ്റമ്പലത്തിൻ്റെ പുറത്തൊക്കെ നിന്ന് ഓരോരുത്തരൊക്കെ നല്ല ഭരണിപ്പാട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരൊന്നും ഭരണിയുടെ അതൊന്നും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം നോക്കിന്ന്. പിന്നെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആരും അത് മൈൻഡൊന്നും ചെയ്യില്ല. പിന്നെ കുറേ പ്രാവുകൾ.
നല്ലൊരു ആട്ട് കൊടുക്കണില്ല കേട്ടാ, വീടെത്തണം. വടക്കഞ്ചേരി എത്തണം ഒറ്റാട്ടത്തിന്. ഇനി എങ്ങനെ ഇറങ്ങും? സുബ്രു വാ, നമുക്ക് പോവാം. വാ, അവൻ ചാടും. ശിവന് മാണാലാടി ഒന്നും പറ്റും. ശരിടി പോവന്ന. ഇല്ല അഡ്ജസ്റ്റ് ഇപ്പൊ ചുറ്റും മണലിട്ട് വൃത്തിയാക്കി. ഓ പച്ച കളറ് വെള്ളല്ലേ. തൊഴുത് കഴിഞ്ഞ് പുറത്ത് കിടന്നപ്പോഴാണ് നല്ല ആലും അതിന് നിറയെ വള്ളികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയ. അവിടെ ചുറ്റും നിന്ന് കുറേ ആൾക്കാർ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളായിട്ട് കുറയ്ക്കേണ്ട പറഞ്ഞ് ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പിടിച്ചുവിട്ടാ. ചുറ്റും കണ്ട ഓലോണ്ട് മേഞ്ഞിട്ടുള്ള നടപ്പന്തലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചൂടറിയണില്ല. അല്ലെങ്കിൽ നല്ല മണൽ ചൂട് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും സാധാരണ. പക്ഷെ ഭരണിയുടെ ഉത്സവത്തിൻ്റെ പന്തലൊന്നും അഴിച്ചിട്ടില്ല അവിടെ. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പോരണേ ഉള്ളൂ. ഇപ്പോഴും ഷീറ്റൊന്നും ഇട്ട് മേയാനോ ഒന്നിനും അമ്പലം ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ആ പഴം ഇപ്പോഴും തന്നെ അവിടെ നിലനിർത്തുന്നുണ്ടെന്നാണ് ശരിക്കും ഞങ്ങൾക്കൊക്കെ തോന്നിയേട്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ ഫുള്ളും സാധാരണ മറ്റുള്ള അമ്പലങ്ങളെ പോലെ ഷീറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഇടാം. പക്ഷെ അവർ ഓലോണ്ടുള്ള ആ ഒരു പന്തൽ കെട്ടിയിട്ട് ആവശ്യം കഴിഞ്ഞത് അഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അച്ഛൻ്റെ വക അച്ഛനും പിടിച്ചാടുണ്ട് കേട്ടോ. നിഖിലേട്ടനും ആടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് പോവാമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നടപ്പന്തലിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ മേഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട്. അവിടെ തന്നെ നല്ല വെള്ളവും നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് കേട്ടോ. നാരായണമംഗലത്ത് കുടുംബക്ഷേത്രത്തിലോട്ട് പോവാം. തൊഴിൽ കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി തറവാട്ടമ്പലത്തിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാരായണമംഗലം. അപ്പോൾ നേരെ വൈകാതെ തറവാട്ടമ്പലത്തിലോട്ട്